കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ചന്തക്കുരങ്ങുകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങുന്നത് കൊല്ലം ശാസ്താംകോട്ട നിവാസികളെ ആശങ്കയിലാഴ്ത്തുകയാണ്. മനക്കര, പള്ളിശ്ശേരിക്കൽ, DB കോളേജ് പരിസരം എന്നിവിടങ്ങളിൽ വ്യാപകമായി കുരങ്ങുകൾ ചത്തുവീഴുന്നത് പ്രദേശവാസികൾക്കിടയിൽ വലിയ ഭീതി പടർത്തിയിരിക്കുന്നു. ഒരാഴ്ചക്കിടെ മാത്രം 10ഓളം കുരങ്ങുകളാണ് ഇത്തരത്തിൽ ചത്തത്. ഇതിനു പുറമെ 15ലധികം കുരങ്ങുകൾ അതീവ ഗുരുതരാവസ്ഥയിൽ കാടുകളിലും മരക്കൊമ്പുകളിലും കഴിയുന്നു. ശാരീരികമായി വളരെയധികം അവശരാവുകയും ആഹാരം കഴിക്കാൻ പോലും സാധിക്കാതെ ക്രമേണ മരണത്തിന് കീഴടങ്ങുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ കണ്ടുവരുന്നത്. കുരങ്ങുകൾ കൂട്ടത്തോടെ ഇത്തരത്തിൽ ചത്തൊടുങ്ങുന്നത് ശാസ്താംകോട്ടയുടെ ചരിത്രത്തിൽ ആദ്യമാണെന്നാണ് മുതിർന്ന നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. ഈ സംഭവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വസ്തുത ശാസ്താംകോട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ കഴിയുന്ന അമ്പലക്കുരങ്ങുകൾക്ക് നിലവിൽ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്നതാണ്. ക്ഷേത്രത്തിന് പുറത്തുള്ള ചന്തക്കുരങ്ങുകളെ മാത്രം ഈ പ്രതിഭാസം ബാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം ഉദ്യോഗസ്ഥരെയും നാട്ടുകാരെയും ഒരുപോലെ കുഴപ്പിക്കുന്നു. സാധാരണഗതിയിൽ ക്ഷേത്രത്തിലെ കുരങ്ങുകൾക്ക് കൃത്യമായ ഭക്ഷണവും പരിചരണവും ലഭിക്കാറുണ്ട്. എന്നാൽ പുറത്തുള്ള കുരങ്ങുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് നാട്ടുകാർ നൽകുന്ന ഭക്ഷണത്തെയും ടൗണിലെ അവശിഷ്ടങ്ങളെയുമാണ്. ഈ ഭക്ഷണ രീതിയിലുണ്ടായ മാറ്റമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വിഷബാധയോ മരണകാരണമാകാൻ സാധ്യതയുണ്ടോ എന്ന സംശയം നിലനിൽക്കുന്നു. DB കോളേജ് ക്യാമ്പസിലും കണ്ണമ്പള്ളിക്കാവ് പരിസരത്തും ശങ്കരമംഗലം കോമ്പൗണ്ടിലുമാണ് കൂടുതൽ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിബിഡമായ കുറ്റിക്കാടുകളിലും തടാകതീരങ്ങളിലും കൂടുതൽ കുരങ്ങുകൾ ചത്തുകിടക്കുന്നുണ്ടാകാം എന്ന ഭീതിയും ശക്തം. രോഗലക്ഷണങ്ങളെക്കുറിച്ച് വനംവകുപ്പ് അധികൃതർ നൽകുന്ന വിവരങ്ങൾ ഏറെ വൈരുദ്ധ്യമാണ്. ബാധിക്കപ്പെട്ട കുരങ്ങുകളുടെ ദേഹത്തെ ഇടതൂർന്ന രോമങ്ങൾ ജടപിടിക്കുകയും പിന്നീട് കൂട്ടത്തോടെ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. ശരീരം അത്യധികം മെലിഞ്ഞ് അസ്ഥികൂടം പോലെയാകുന്ന അവസ്ഥയിലാണ് ഇവ ചത്തുവീഴുന്നത്. എന്നാൽ രോമം കൊഴിയാത്ത കുരങ്ങുകളും ചത്തവയുടെ കൂട്ടത്തിലുണ്ട്. വനംവകുപ്പിനെ ഇത് ആശയക്കുഴപ്പത്തിലാക്കുന്നതുമുണ്ട്. അതിനാൽ തന്നെ ഇത് കേവലം ഒരു ചർമ്മരോഗം മാത്രമല്ലെന്ന് അവർ കരുതുന്നു. നിലവിൽ കോന്നിയിൽ നിന്നുള്ള വനംവകുപ്പ് വെറ്റിനറി സർജൻ ഡോക്ടർ ജെയ്സ്മോന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധനകൾ നടത്തി. ചത്ത കുരങ്ങുകളുടെ ശരീരത്തിൽ നിന്ന് വിവിധ സാമ്പിളുകൾ ശേഖരിച്ച് തിരുവനന്തപുരം, പാലോട്, വയനാട് എന്നിവിടങ്ങളിലെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ലാബുകളിലേക്ക് അയച്ചിരിക്കുകയാണ്. പരിശോധനാ ഫലം ലഭിക്കാൻ ചുരുങ്ങിയത് 15 ദിവസമെങ്കിലും എടുക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ഈ പ്രതിഭാസത്തിന് പിന്നിൽ പല കാരണങ്ങളും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കഠിനമായ ചൂടും കാലാവസ്ഥാ വ്യതിയാനവും മൃഗങ്ങളുടെ പ്രതിരോധശേഷി കുറയ്ക്കാൻ കാരണമാകാറുണ്ട്. വേനൽക്കാലത്ത് ജലസ്രോതസ്സുകൾ വറ്റുന്നതും ഭക്ഷണ ലഭ്യത കുറയുന്നതും ഇവയെ തളർത്തുന്നുണ്ടാകാം. ഫംഗസ് ബാധ മൂലമാണ് രോമം കൊഴിയുന്നത് എന്നൊരു നിഗമനവും വനംവകുപ്പിനുണ്ട്. എങ്കിലും ഇത് കുരങ്ങുപനി പോലുള്ള മാരകമായ പകർച്ചവ്യാധികളാണോ എന്ന പേടി നാട്ടുകാരിലുണ്ട്. എന്നാൽ പ്രാഥമിക നിഗമനമനുസരിച്ച് ഇത് മനുഷ്യരിലേക്ക് പകരുന്ന തരത്തിലുള്ള രോഗമല്ലെന്നും ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. എങ്കിലും കൃത്യമായ ലാബ് റിപ്പോർട്ട് ലഭിക്കാതെ മരണകാരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. പഞ്ചായത്ത് അധികൃതരും കോളേജ് അധികൃതരും വനംവകുപ്പിനൊപ്പം ചേർന്ന് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. വനംവകുപ്പ് കുരങ്ങുകളെ പിടികൂടി രക്തപരിശോധന നടത്താനുള്ള നടപടികൾ ആലോചിക്കുന്നുണ്ട്. ഫലം വരുന്നതുവരെ പ്രദേശവാസികൾ കുരങ്ങുകളുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണമെന്നും അവശിഷ്ടങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കണമെന്നും നിർദ്ദേശിക്കുന്നു. കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും മനുഷ്യരുമായുള്ള അമിത സമ്പർക്കവും ഇവയുടെ സ്വാഭാവിക പ്രതിരോധശേഷിയെ ബാധിച്ചിട്ടുണ്ടാകാം എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ വിലയിരുത്തൽ. ശാസ്താംകോട്ടയിലെ ഈ സവിശേഷമായ ജൈവവ്യവസ്ഥയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. നൂറുകണക്കിന് കുരങ്ങുകൾ അധിവസിക്കുന്ന ഈ മേഖലയിൽ വനംവകുപ്പിൻ്റെയും മൃഗസംരക്ഷണ വകുപ്പിൻ്റെയും ശക്തമായ ഇടപെടലും അത്യാവശ്യമാണ്. പരിശോധനാ ഫലം വന്നാലുടൻ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. കുരങ്ങുകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക വാക്സിനേഷനോ ചികിത്സയോ ആവശ്യമാണോ എന്ന് ലാബ് റിപ്പോർട്ടിന് ശേഷം തീരുമാനിക്കും. അതുവരെ ദുരൂഹമായ ഈ കൂട്ടമരണത്തിന് പിന്നിലെ സത്യാവസ്ഥ അറിയാനുള്ള കാത്തിരിപ്പിലാണ് ശാസ്താംകോട്ടയിലെ ജനത. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.